നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസും ഒക്കെ വല്ലാത്തൊരിളക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സുധാകരൻ KPCCയുടെ പ്രസിഡന്റായി വന്ന ഉടനെ മുതൽ കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ ക്രിമിനലുകളെ തങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ്. മുൻപൊക്കെ കുറച്ചേറിയും കുറഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ക്രിമിനൽ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പരിഗണന കൊടുത്ത് ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് സുധാകരൻ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ തന്നെ സ്വാഗതം പറഞ്ഞ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞു, SFIയുടെ ഒരു ചെറുപ്പക്കാരൻ, ഒരു മിടുക്കനായ വിദ്യാർത്ഥി, ഇടുക്കിയിലെ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന മിടുക്കനായ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥിയെ, കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തി. പ്രിയങ്കരനായ ധീരജിനെ കൊലപ്പെടുത്തിയത് ആരാ? KSUവും SFIയും ഉള്ള സംഘർഷത്തിൽ എന്തിനാണോ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി കടന്നു വരുന്നത്? കടാരയത്ത് കുത്തുകയാണോ? അത് കഴിഞ്ഞ് സ്വാഭാവികമായും ഇങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഘടനയുടെ നേതൃത്വം അതിനെ തള്ളി പറയും, അവരെ പുറത്താക്കും. അല്ല, ബോധപൂർവമാണ് ആയിട്ടാണ് ഇത് ചെയ്തത്, സംഘടിപ്പിച്ചത് എങ്കിൽ ആ ചെയ്തവർക്കെല്ലാ പിന്തുണയും എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. നമ്മൾ കണ്ടതെന്താ? കേരളത്തിന്റെ KPCC പ്രസിഡന്റ് ധീരജിനെ കൊലപ്പെടുത്തിയ നിഖിൽ പൈലി എന്റെ പയ്യനാണ് എന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ധീരജ് ചെയ്തത് എരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വമാണ് ധീരജിന്റേത് എന്നാ പറയുന്നത്. പ്രകോപനം സൃഷ്ടിക്കുക കേരളത്തിനകത്ത്. ഒരു മിടുക്കനായ വിദ്യാർത്ഥിയെ ക്യാമ്പസിനകത്ത് നിന്ന് പട്ടാപ്പകൽ കുത്തിക്കൊലപ്പെടുത്തിയിട്ടും നിങ്ങൾ ആക്ഷേപിക്കുന്ന, ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ആക്ഷേപിക്കുന്ന SFI എന്ന് പറയുന്ന കേരളത്തിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും സംഘടന ഒരു ചെറിയ പ്രതിരോധം പോലും സംഘടിപ്പിച്ചിട്ടില്ല, ഒരു ആക്രമണത്തിന് പോലും നേതൃത്വം കൊടുത്തിട്ടില്ല. SFIയെ ഇന്ന് കലാലയങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ബോധപൂർവമായി ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ എന്തൊക്കെയാണോ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഈ കേരളത്തിൽ SFIയുടെ മിടുക്കനായ ഒരു നേതാവിനെ നഷ്ടപ്പെട്ടിട്ട് കൊലപ്പെടുത്തിയിട്ട് തിരിച്ചൊരാക്രമത്തിനും നേതൃത്വം കൊടുക്കാത്ത സംഘടനയാണ് SFI. ഞാനിതിവിടെ സൂചിപ്പിച്ചത് ക്രിമിനലുകളോട് എങ്ങനെയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം സമീപിക്കുന്നത് എന്ന് പറയാനാ. കുറച്ചു കഴിഞ്ഞ് ചാണ്ടി ഉമ്മൻ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അത് യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ലിന്റെ ഭാരവാഹി പട്ടികയായിരുന്നു. ആ പട്ടികയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ആ കൊലയാളി ഈ നിഖിൽ പൈലി അങ്ങ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കേരളം അറിഞ്ഞത്.